അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടകരമായിട്ടുള്ള നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് എഗ്ഗിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കനോ മട്ടനോ എന്താണെങ്കിലും ചേർക്കാവുന്നതാണ്. നമ്മുടെ സാമ്പത്തിക കുറവുകൊണ്ട് ഞങ്ങൾ എഗ്ഗാണ് ചേർത്തിരിക്കുന്നത്. എന്ത് ചേർത്താലും ഇതിന് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് എന്തായാലും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി കേസ്, അടിപൊളി കിടക്കാച്ചായിട്ടുണ്ട്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യുക. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ട്രൈ ചെയ്യുക, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അടിപൊളി. അപ്പോൾ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇതുപോലെ ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ബ്രെഡ് വെച്ചൊരു അടാർ ഐറ്റം ഉണ്ടാക്കാനാണ്. കുട്ടികൾ വീണ്ടും ചോദിച്ച് കഴിക്കുന്നത് അടാർ ഐറ്റം ഉണ്ടാക്കാനാണ്. അന്ന് നമുക്ക് വീട്ടിലോട്ട് പോയാലോ? അതിനായി നമ്മൾ 4 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് ആദ്യം കണ്ടിച്ച് മാറ്റണം. ഈ സൈഡൊക്കെ ഇരിക്കും കുഞ്ഞുങ്ങൾക്ക് വരും വല്ലായ്മ തോന്നിക്കും. നമുക്ക് ഈ സൈഡൊക്കെ ആദ്യം ഒന്ന് കണ്ടിച്ച് മാറ്റണം. നമ്മളിതാ ഈ രീതി നല്ലതുപോലെ കണ്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിക്ക് നല്ല അതിന്റെ ഭാഗമെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഇതെല്ലാം ചെയ്തെടുത്തിട്ട് വരാം. ബ്രെഡ് എല്ലാം നമ്മൾ ഈ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ ഈ രീതിയിൽ ചെയ്തെടുത്തതാ. ഈ ഭാഗം നമ്മൾ പ്രത്യേകം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സൈഡ് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ളതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ളൂ. നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങൾ ഏറ്റവും വലിയ വിജയം. ഇത്രയും വീഡിയോ ഇടാൻ നിങ്ങളെ പ്രോത്സാഹനം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വീഡിയോ ഇട്ടത്. നിങ്ങളെ പ്രോത്സാഹനം ഇനിയും ഉണ്ടാവണം. അതിനായി നമുക്ക് അതിന് ഫില്ലിങ് റെഡിയാക്കണം. അതിനായി നമുക്ക് 2 സവാള എടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വെറും പൊടിയായിട്ടാണ് അരിയേണ്ടത്. നമ്മള് ഫില്ലിങ് റെഡിയാക്കാനായിട്ട് നമ്മള് ബീൻസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്, സവാള 2 എണ്ണം, ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ നമ്മളെ മെയിൻ ഐറ്റമായ മുട്ട. അതിനായി നമ്മൾ 5 മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫില്ലിങ് റെഡിയാക്കാനായിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ചാലോ? അതിനായി നമ്മളൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് നമുക്ക് സവാള ചെറുതായിട്ട് വെച്ചിട്ട് സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നല്ല വഴറ്റണം. സവാള പെട്ടെന്ന് വഴണ്ടിട്ട് നമുക്ക് നുള്ളു ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇളക്കി കൊടുക്കണം. സവാള ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് 2 ബീൻസ് അരിഞ്ഞിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നല്ല വഴണ്ട് നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇതിൽ ചേർക്കാം. ഞങ്ങളിതിൽ പച്ചമുളക് ചേർത്തിട്ടില്ല. നല്ലോണം വഴണ്ടുമ്പോൾ നമുക്കിനി അടുത്ത ഐറ്റമായ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് പൊടി ഐറ്റം ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ എടുത്തിരിക്കുന്ന കുറച്ച് മുളക് പൊടി, പെരുംജീരകമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്, മഞ്ഞപ്പൊടി, ഗരം മസാല വേണമെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ ഇതിൽ എടുത്തേക്കുന്നത് പെരുംജീരകമാണ്. നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് ഏത് മസാല വേണമെങ്കിൽ ഇത് ചേർക്കാം. ഞങ്ങളിപ്പോൾ ഇതിൽ എടുത്തേക്കുന്നത് പെരുംജീരകം പിടിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ ഐറ്റമായ മുട്ട 5 മുട്ട എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് നല്ല ഭംഗിയായിട്ട് ഇളക്കി എടുക്കണം. അതുപോലെ ചിക്കി എടുക്കണം. നമുക്കിത് ഫില്ലിങ്ങിനുള്ള ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ഇതിനകത്ത് ഒരു നുള്ളു മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. 2 ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. സ്പ്രെഡ് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അപ്പൊ നമ്മളെല്ലാം അങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പണിയും കൂടി ഇതിൽ ബാലൻസ് ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് ചെയ്തെടുത്തിട്ട് തരാം. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്കൊന്ന് മുറിച്ചെടുത്തിട്ട് അത് നമുക്കൊരു പോക്കറ്റ് മാതിരി ആക്കി എടുക്കാം. അതിനുശേഷം ആ ഒരു പോക്കറ്റ് ആക്കി അതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം.